ഈ കഥയിലെ ഏറ്റവും മനോഹരമായ സന്ദർഭമാണിത്. കേശിനി എന്ന സുന്ദരിയായ ഒരു യുവതി വിവാഹാഭ്യർത്ഥനയുമായി വന്ന രണ്ട് യുവാക്കളോടുമായി ചോദിച്ചത് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടത് നിങ്ങളിൽ ആരാണ് ശ്രേഷ്ഠന്മാർ എന്നാണ്. നിങ്ങളിൽ ആരാണ് ആദ്യം ശ്രേഷ്ഠൻ എന്ന് തെളിയിക്കുന്നത് അവരെ ഞാൻ വിവാഹം കഴിക്കും. ഇതാണ് കേശിനിയുടെ വാഗ്ദാനം. സുധന്നാവ് ബ്രാഹ്മണകുമാരനും വിരോചനൻ അസുര ചക്രവർത്തിയുടെ മകനുമാണ്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണനാണോ അതോ അസുരനാണോ ശ്രേഷ്ഠൻ എന്നതാണ് ഇവിടുത്തെ തർക്കം. ഈ കാര്യത്തിലാണ് ഇവിടെ ഒരു തീർച്ച ഉണ്ടാക്കേണ്ടത്. വേദവിജ്ഞാനം കൊണ്ട് ബ്രാഹ്മണരും കായിക ബലം കൊണ്ട് അസുരന്മാരും വളരെയേറെ ശ്രേഷ്ഠന്മാരാണ്. എന്നാൽ പോലും ആരാണ് കൂടുതൽ ശ്രേഷ്ഠൻ എന്ന് കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ് മഹാത്മാവും പുണ്യാത്മാവും പൂർണ്ണ ഭക്തനുമായ പ്രഹ്ലാദന്റെ അരികിലേക്ക് ഇരുവരും ഉത്തരം തേടിയെത്തിയത്.